അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത സമയത്തിനായി വീണ്ടും നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് തന്നു. സന്തോഷത്തോടെ നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും കാണുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയല്ലോ, അതോർത്ത് ഞാൻ നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഈ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഞാൻ വായിച്ച് കൽപ്പിക്കാം. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. ആരാണ് നമ്മുടെ ദൈവം? ഈ പകലും വേളയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവനാണ് ദൈവം. നമുക്ക് വേണ്ടി ശത്രുക്കളോട് യുദ്ധം ചെയ്ത് നമ്മെ വിടുവിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ ജനത്തോടുള്ള ബന്ധത്തിലുള്ള ഒരു ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ പകൽക്കാലം ദൈവത്തിന്റെ മക്കളായ നമ്മളോട് ദൈവാത്മാവ് സംസാരിക്കുന്ന വിഷയവും അത് തന്നെയാണ്. പലപ്പോഴും നമ്മൾ സ്വയം മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ, മറ്റുള്ളവരെ തകർത്ത് കളയുവാനായി നാം പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മൾ യുദ്ധം ചെയ്യരുത്. ശത്രുക്കളെ സ്നേഹിപ്പാനാണ് ദൈവം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് ശത്രുക്കളുടെ എണ്ണം ധാരാളമാണ്, ശത്രുക്കൾ ധാരാളമുണ്ട്. പക്ഷേ ആ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ നമ്മൾ ശ്രമിക്കരുത്. അവരോട് അനീതി കാണിക്കുവാൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം നാം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കണം. യുദ്ധവീരനായ യഹോവ നമ്മുടെ കൂടെ ഉണ്ടെന്നും ഉത്തമ ബോധമുണ്ടെങ്കിൽ നമ്മൾ ഓർത്തുകൊള്ളുക, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവമാണ്. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ട് നാം ശത്രുവിനെ തോൽപ്പിക്കുവാൻ ശ്രമിക്കരുത്. ദാവീദ് തന്നെ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാനായി കടന്നു ചെല്ലുമ്പോൾ ദാവീദിന്റെ പുറമേയുള്ള കാര്യങ്ങളെ നോക്കിയിട്ടാണ് ശത്രു നിന്ദിച്ചതെങ്കിലും അവന്റെ ഉള്ളിലുള്ള ദൈവാത്മാവിന്റെ ശക്തിയെ ശത്രുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ദാവീദ് എടുത്തോടെ പറയുന്നു, നീ നിന്ദിക്കുന്ന ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാൻ വരിക. ദാവീദിന്റെ ഉള്ളിലുള്ള ദൈവികമായ സാന്നിധ്യത്തെയും ദൈവികമായ ബലത്തെയും ശത്രുവിന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ദൈവമക്കളെ, നമ്മുടെ ഉള്ളിൽ ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തിയുണ്ട്. ആ ശക്തി പ്രാപിച്ച ദൈവവൈതലാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യല്ല, യുദ്ധം ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവിടെ വായിക്കുന്നത്, അവിടെ നേരെ ചെല്ലുകയും ഭയപ്പെടാതെ ഭ്രമിക്കരുത്, നിങ്ങളുടേതല്ല അരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത്. ഇന്ന് പകൽക്കാലം നിങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊട്. നിങ്ങളുടെ ശത്രുക്കളെ ദൈവത്തിന് വിട്ടുകൊട്. നിങ്ങളെ സ്നേഹിക്കാത്തവരെ ദൈവത്തിന് വിട്ടുകൊട്. നിങ്ങളെ എതിർത്തവരെ ദൈവത്തിന് വിട്ടുകൊട്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ദൈവത്തിന് വിട്ടുകൊട്. എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ വെച്ചുകൊട്. ദൈവം പ്രവർത്തിക്കട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തോടെ മുമ്പോട്ട് പോകുക. ശത്രുക്കൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ശത്രുവിന്റെ എണ്ണം വലിയതാ, ശത്രുവിന്റെ ബലം വലുതാ. അവരോട് യുദ്ധം ചെയ്ത് ജയിപ്പാൻ നമുക്ക് കഴിയത്തില്ല. നിന്റെ കുടുംബത്തോട്, നിന്റെ വ്യക്തി ജീവിതത്തോട്, നിന്റെ ആത്മീക മണ്ഡലത്തോട്, ഭൗമിക മണ്ഡലത്തോട് ശത്രുവായവൻ ബാധിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിളിച്ചു പറയുന്നു, ആ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ വെച്ച് കൊടുക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. യുദ്ധവീരനായ യഹോവ നിങ്ങളുടെ മുൻപിലുണ്ട്. അവൻ സകലത്തെയും തകർത്ത് കളയും. മുൻപിലുള്ള സകല കുന്നുകളെയും പൊടിച്ചു കളഞ്ഞ് നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നവനായ ദൈവം ഫറവോനെയും സൈന്യത്തെയും തകർത്ത് കളഞ്ഞ് തന്റെ ഭക്തന്മാരെ അതിശയകരമായി ചെങ്കടൽ കൂടെ നടത്തി അപ്പുറത്ത് കൊണ്ടുപോയി കനാൻ നാട്ടിലേക്ക് എത്തിച്ചൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്ന ഓർമ്മയുണ്ടെങ്കിൽ ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. ദൈവം യുദ്ധം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി. ആ യുദ്ധത്തിൽ നിങ്ങൾക്ക് ജയം സുനിശ്ചിതമാണ്. വിശ്വാസത്തോടെ മുൻപോട്ട് പോകുക. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം കാണും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.